കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് രാഖി. ഞാൻ ലേൺവേസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെൻറ്ററാണ്. എല്ലാ സൈക്കിളിലെയും പോലെ ഈ സൈക്കിളും നിങ്ങളുടെ മുമ്പിൽ ലേൺവേസിന്റെ ഭാഗത്തു നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അനാലിസിസ് സെഷൻ അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നുണ്ട്. ഈ സൈക്കിളിലും അല്ലെങ്കിൽ ഈ ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷൻ സൈക്കിളിലും നമ്മളതിന് യാതൊരുവിധ മുടക്കങ്ങളോ തടസ്സങ്ങളോ വരുത്തിയിട്ടില്ല. സോ നമുക്കധികം താമസിയാതെ നമ്മുടെ VCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസിലോട്ട് നമുക്ക് പോകാം. സോ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളോട് VCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടോട് കൂടിയിട്ടാണ്. എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്, PYQUA. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗൈഡാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഓരോ ബ്ലോക്ക് വൈസ്, ടോപ്പിക് വൈസ്, യൂണിറ്റ് വൈസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ നമ്മളൊരു അനാലിസിസ് നടത്തുന്നു. അതിനോടൊപ്പം തന്നെ ഒരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഈ കഴിഞ്ഞു പോയുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസിൽ നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യണം. എത്രമാത്രം ക്വസ്റ്റ്യൻസോളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരിക, ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് പ്രോബിലിറ്റി ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പുതിയതായിട്ട് കണ്ടുവരുന്ന എക്സാം പാറ്റേൺസ് എന്തൊക്കെയാണ് ക്രിട്ടിക്കലി അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാണ്, പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ്, എമർജിംഗ് ആയി കാണുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗൈഡ് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി കൂടുതൽ എഫിഷ്യന്റ് ആക്കുക. അതായത് കുറഞ്ഞ സമയമേ നിങ്ങളുടെ മുമ്പിലോട്ടുള്ളൂ. പലരും ഒരു സ്റ്റുഡന്റ് മാത്രം ആവണം എന്നില്ല. പലരും പല ജോലി തിരക്കുകൾക്കിടയിലും ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആണ് ഈ ഒരു പഠനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം വളരെ വിരളം ആണ്. അപ്പോൾ ആയതിനാൽ തന്നെ ആ കിട്ടുന്ന സമയം എങ്ങനെ നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാം, നിങ്ങളുടെ എഫേർട്ട് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം, അതുവഴി നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ഗൈഡ് ബുക്കിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റിലെ ഒരു റോഡ് മാപ്പാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമ്മുടെ സിലബസ് മാപ്പിംഗ് നടത്തുന്നുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ സിലബസിന്റെ ബേസിൽ നമ്മൾ ഓരോ ടോപ്പിക്കും ഓരോ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ സിലബസ് വൈസ് ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, ഇതുവരെ കണ്ടുവരുന്ന എക്സാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ്, റീസെന്റ് ആയിട്ട് കണ്ടുവരുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ VCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൽ. അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മളൊരു റിവ്യൂ നടത്തുകയാണ്. അത് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നു. ആ പർട്ടിക്കുലർ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ടൈപ്പുകളാണ്, ഏതൊക്കെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ടൈപ്പുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ, നമ്മൾ വരാൻ പോകുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതിനെ പറ്റിയിട്ടുള്ള പ്രോബിലിറ്റി വരാനായിട്ട് ചാൻസസ് ഉള്ളത്, അതുപോലെ തന്നെ അതിന്റെ പ്രിഡിക്ഷൻ നടത്തുന്നുണ്ട്. ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ, ഇതിനെല്ലാം അവസാനം നമ്മൾ ഇതിൽ പറയുന്ന വെയിറ്റേജിന്റെ ബേസിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് വരുന്ന ടോപ്പിക്കുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സാക്ട് ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളെ, ലേൺവൈസിന്റെ ലേണേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ കൊടുത്തിരിക്കുന്ന മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് ആൻഡ് അതിന്റെ മാർക്കിംഗ് സ്കീം നമ്മൾ കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിലുള്ളൊരു മെത്തഡോളജി കോൾ ഔട്ട് ആണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ എന്ത് മെത്തഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിന് വേണ്ടി നമ്മൾ 5 വർഷത്തെ ഈ അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള 5 വർഷത്തെ ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തിക്കൊണ്ട് ടോപ്പിക് വൈസ് നമ്മൾ വെയിറ്റേജ് നമ്മൾ നോക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്കിൽ ഏതിനൊക്കെയാണ് കൂടുതൽ വരുന്നത്, റീസെന്റ് ആയിട്ട് കാണുന്ന എക്സാം പാറ്റേണിൽ വരുന്ന ഷിഫ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ നോക്കുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ്. ഇനി ഇത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ നോട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് തരികയാണ്. എംബ്രേസ് ദിസ് ഗൈഡ് ആസ് യുവർ റോഡ് മാപ്പ് ടു കോൺഫിഡൻസ്, സ്മാർട്ട് റിവിഷൻ, ടേണിംഗ് പാസ്റ്റ് എക്സാം ഡേറ്റ ഇൻ ടു യുവർ ഫ്യൂച്ചർ സക്സസ്. With focused effort and analytical insights, you can approach the June 2025 TEE fully prepared and self-assured. അതായത് നിങ്ങൾക്ക് ഇതൊരു റോഡ് മാപ്പ് ആണെന്നാണ് പറയുന്നത്. എന്തിലോട്ടുള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ. എങ്ങനെ? നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റ് ഡാറ്റയുടെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്മാർട്ട് റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞു പോയിട്ടുള്ള ഒരു പാസ്റ്റ് ഡാറ്റയുടെ ബേസിൽ, പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ ഫ്യൂച്ചർ നമ്മൾ പ്രിഡിക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വരാൻ പോകുന്ന എക്സാമിനെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇൻസൈറ്റ്സ് നമ്മൾ തരുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വരുന്ന ഡിസംബർ 2025 ജൂൺ 2025 എക്സാം നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ് നമുക്ക് നോക്കാം. ഇതിൽ ഒരു ബാർ ചാർട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസോട് വരുന്നത് ഏത് ചാപ്റ്റർ അല്ലെങ്കിൽ ഏത് ബ്ലോക്കിൽ നിന്നാണ്, ബ്ലോക്ക് 2ലാണ്. ദെൻ സെക്കൻഡ് പൊസിഷൻ ബ്ലോക്ക് 3ക്കാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതിൽ. ദെൻ തേർഡ് പൊസിഷൻ വരുന്നത് ബ്ലോക്ക് 1ലാണ്. ഫോർത്ത് പൊസിഷൻ ബ്ലോക്ക് 5, ഫിഫ്ത്ത് പൊസിഷൻ ബ്ലോക്ക് 4, സിക്സ്ത് പൊസിഷൻ ബ്ലോക്ക് 6. അപ്പൊ ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് തൊട്ടിട്ട് ഒരു തേർഡ് ബ്ലോക്ക് വരെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു സ്കോർ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 50% മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു 3 ബ്ലോക്കിന്റെ ഇടയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് ടേബിളിലേക്ക് പോവാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് 8 തവണയോളം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. ഇനി ബ്ലോക്ക് 1ലെയാണ് പറയുന്നത്. യൂണിറ്റ് 1 നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി റൂൾസ്. 12 തവണയാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്ന് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വേഴ്സസ് IFRS. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടൊരു ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും IFRSും തമ്മിലുള്ള ഡിഫറൻസ്. സോ അത് 9 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം റേഞ്ചിലാണ് വരുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഒരു ബ്ലോക്കാണ്. അവിടെ യൂണിറ്റ് 5 നിന്ന് ജേണൽ എൻട്രീസ് ആൻഡ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 14 തവണയാണ് ആ ടോപ്പിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഹൈ സെഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 സബ്സിഡറി ബുക്സ് ആൻഡ് ക്യാഷ് ബുക്ക്, അത് 11 ആണ്, റെലവൻസ് ഹൈ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 7 നിന്ന് ട്രയൽ ബാലൻസ് എറേഴ്സ് റെക്ടിഫിക്കേഷൻ 13 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 8, യൂണിറ്റ് 9, യൂണിറ്റ് 10, യൂണിറ്റ് 11 എന്ന് പറയുന്ന യൂണിറ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 10 എന്താണ് ഡിപ്രീസിയേഷൻ ഡെഫിനിഷൻ ആൻഡ് മെത്തേഡ്സ്, ഹൈ സ്റ്റേജിൽ വരുന്നതാണ്. പിന്നെ യൂണിറ്റ് 9 നിന്ന് ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, അത് 12 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈ ആണ്. പിന്നെ യൂണിറ്റ് 3 നിന്ന് 10 തവണ ചോദിച്ചിട്ടുള്ളതാണ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്, 8 മീഡിയം. ഓക്കെ. ഇനി യൂണിറ്റ് 4 നിന്ന് 11, 13 എന്ന് പറയുന്ന ചാപ്റ്ററുകളാണ് ചോദിച്ചിട്ടുള്ളത്. 11 ഹയർ പർച്ചേസ് എഗ്രിമെന്റ് ആൻഡ് അക്കൗണ്ടിങ്, അത് 6 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റേഞ്ചിലാണ്. യൂണിറ്റ് 4 13 യൂണിറ്റില് ബ്രാഞ്ച് അക്കൗണ്ട്സ് 7 ആണ് വരുന്നത്. യൂണിറ്റ് 5 നിങ്ങൾക്ക് 15th യൂണിറ്റില് കൺസൈൻമെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, 8 തവണയാണ് ചോദിച്ചിട്ടുള്ളത് ആ ടോപ്പിക്ക്. 5th തന്നെ 17 എന്ന് പറയുന്ന ചാപ്റ്ററിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിങ് 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം റേഞ്ച് ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 6 നിന്ന് 2 യൂണിറ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, 18 നിന്നും 21 നിന്നും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അത് അല്ലെങ്കിൽ മാനുവൽ അക്കൗണ്ടിങ് വേഴ്സസ് സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, അതേപോലെ തന്നെ റിപ്പോർട്ട്സ് ആൻഡ് ടാലി ERP എന്ന് പറയുന്ന ഇതിനെ കുറിച്ച്. അത് നിങ്ങൾക്കൊരു ഹീറ്റ് മാപ്പ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അതായത് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ
വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് നമ്മളിവിടെ തന്നിരിക്കുന്നത്. ഡാർക്കർ സെൽ റിഫ്ലക്ട് മോർ എക്സാം ക്വസ്റ്റ്യൻസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 to 7. ബ്ലോക്ക് 3 ബ്ലോക്ക് 2 യൂണിറ്റ് 5 മുതൽ ബ്ലോക്ക് 2 യൂണിറ്റ് 5 മുതൽ 7. യൂണിറ്റ് 5 എന്ന് പറയുന്നത് എവിടെയാണ്? യൂണിറ്റ് 5. ഓക്കെ, ബ്ലോക്ക് 2 യൂണിറ്റ് 5 മുതൽ 7 എന്ന് പറയുന്നത് എന്താണ്? ഡാർക്കർ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 8 to 10. ബ്ലോക്ക് 1 യൂണിറ്റ് 2 and 4 ആർ ദ മോസ്റ്റ് ക്വസ്റ്റ്യൻ ഡെൻസ് അത് ഏരിയ ആണ്. അപ്പോൾ ബ്ലോക്ക് 2 യൂണിറ്റ് 5 to 7 അതേപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 8 to 10 അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 and 4. ഇതാണ് കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി കീ ഇൻസൈറ്റ് ബോക്സിലോട്ട് നോക്കാം. ഹൈ yield അല്ലെങ്കിൽ കൂടുതൽ മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 to 7. അത് കൺസിസ്റ്റന്റ്ലി ഹൈ വെയിറ്റ് ഇൻ പേപ്പർ, ഫൗണ്ടേഷണൽ ഫോർ മെനി അക്കൗണ്ടിംഗ് സിനാരിയോസ് ആൻഡ് റെക്ടിഫിക്കേഷൻ പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 9 to 10. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ബ്ലോക്ക് 3 യൂണിറ്റ് 8 വരുന്നതാണ്. റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അതായത് കൂടുതൽ മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതിൽ വരുന്നതാണ് ഓട്ടോമാറ്റിക് ഡിസ്റ്റിങ്ഷൻ. നിങ്ങൾക്ക് ഡിസ്റ്റിങ്ക്ട് ക്വസ്റ്റ്യൻ ഫോർമാറ്റുകൾ ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് നോർമലി ഇഗ്നോറിന്റെ പാറ്റേണിൽ നിങ്ങൾക്ക് കാണുന്നതെന്നുള്ളത്. എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് വരുന്നുണ്ട്. അതിന്റെ ടിപ്പിക്കൽ മാർക്ക് എന്ന് പറയുന്നത് 15 to 20 മാർക്സ് ആണ്. 300 to 400 വേർഡ് ലെങ്ത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് മാക്സിമം ഒരു 4 pages എങ്കിലും എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് പ്രോബ്ലം പേപ്പർ ആണ്. സോ എന്തുണ്ടായിരിക്കും, പ്രോബ്ലംസ് ചെയ്യാനുണ്ടായിരിക്കും. അതിന് 10 മുതൽ 20 മാർക്ക് വരെയാണ് പ്രോബ്ലത്തിന് വരാറുള്ളത്. അപ്പോൾ ഒരു 3 മുതൽ 6 സ്റ്റെപ്പ് വരെയുള്ള കാൽക്കുലേഷൻസുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ്. ഇനി ഷോർട്ട് നോട്ട് ആൻഡ് ഓർ ഡെഫിനിഷൻ അത് വരാറുണ്ട്. 5 മുതൽ 10 മാർക്കാണ് അതിന് വരുന്നത്. അതിന് നിങ്ങൾ 100 മുതൽ 150 വേർഡ്സിൽ നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. പ്രാക്ടിക്കൽ ജേണൽ എൻട്രീസുകൾ എഴുതാനായിട്ട് വരാറുണ്ട്. അത് 8 മുതൽ 12 ഇതാണ്. അപ്പോൾ 4 മുതൽ 8 എൻട്രീസുകളൊക്കെയാണ് നിങ്ങൾക്ക് എഴുതാനായിട്ട് തരാം. അതുപോലെ തന്നെ കേസ് സ്റ്റഡി തരാം. ഒരു 10 മുതൽ 15 മാർക്കിന്റെ 200 to 300 വേർഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതേപോലെ തന്നെ MCQ പാറ്റേണിലെ ക്വസ്റ്റ്യൻസുകൾ അത് വളരെ വിരളമായിട്ടേ ചോദിക്കാറുള്ളൂ, വളരെ റയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. എസ്സേ, ന്യൂമറിക്കൽ പ്രോബ്ലം, ഷോർട്ട് നോട്ട്, പ്രാക്ടിക്കൽ ജേണൽ ആർ ദി മോസ്റ്റ് ഫ്രീക്വന്റ്, മാർക്കിംഗ് ഓവർ 90% ഓഫ് ടോട്ടൽ മാർക്ക് ഈച്ച് ഇയർ. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസുകൾ, ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ, ഷോർട്ട് നോട്ട്, പ്രാക്ടിക്കൽ ജേണൽസ് ഇതൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന്. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷനോ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിനെ കുറിച്ചിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, എസ്സേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡീറ്റെയിൽഡ് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ റിക്വയർ ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ചെയ്ത് പറയാനായിട്ട് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ 300 to 400 വേർഡ്സ് ആണ് എഴുതേണ്ടത്. അതായത് അപ്പോൾ ഒരു മിനിമം 2 പേജ്, മാക്സിമം 4 pages എന്നുള്ള രീതിയിൽ 15 to 20 മാർക്സ് ആണ് വരിക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പ്രോബ്ലം പേപ്പർ. നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുകൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട്സ്, ഡിപ്രീസിയേഷൻ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. 10 to 20 മാർക്സ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ
ഇങ്ങനെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി ഷോർട്ട് നോട്ട് ഡെഫിനിഷൻ എന്താണ്? ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് വളരെ ക്രിസ്പായിട്ട് കൺസേഴ്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ ഓരോ ഷോർട്ട് നോട്ടിനും 5 മുതൽ 10 മാർക്ക് വരെ എന്നുള്ള രീതിയിലാണ് വരിക. 100 മുതൽ 150 വേർഡ് എഴുതണം. അതായത് മിനിമം ഒരു 1 പേജസ് എങ്കിലും നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജേണൽ എൻട്രീസുകൾ എഴുതാനായിട്ടുണ്ടായിരിക്കും. അതൊരു 8 മുതൽ 12 മാർക്കിനാണ് വരിക. 4 മുതൽ 8 ജേണൽസ് ആണ് നിങ്ങൾക്ക് തരാറുള്ളത് എൻട്രീസുകൾ പാസ്സാക്കാൻ. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ സിലബസ് ബ്ലോക്ക് നോക്കാം. ബ്ലോക്ക് 1 തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, ബ്ലോക്ക് 1 തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 16 മാർക്കിനാണ് വരുന്നത് ബ്ലോക്ക് 1. അതില് 2021 14 മാർക്കിനാണ് ചോദിച്ചത്. 22 12 മാർക്കിന് ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിച്ചിരുന്നു. 2023 13 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. 2024 12 മാർക്കിനുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 13%. ബ്ലോക്ക് 2 നിന്നാണ് 23% ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതിന്റെ ആവറേജ് ഒരു മാർക്ക് പോയിട്ടുള്ളത് 22 മാർക്കോളമാണ് ആവറേജ് മാർക്ക് അതിന് പോയിട്ടുള്ളത്. ബ്ലോക്ക് 3 നിന്ന് 21% ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 നിന്ന് 12%, ബ്ലോക്ക് 5 നിന്ന് 16%, ബ്ലോക്ക് 6 നിന്ന് 7%. ബ്ലോക്ക് 2 and 3 അക്കൗണ്ട് ഫോർ നിയർലി ഹാഫ് ദ പേപ്പർ. അതായത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിയർലി 22 and 21% ആണ്. അപ്പൊ രണ്ടും കൂടി നോക്കുമ്പോൾ അറിയാം അറൌണ്ട് 50% ഓഫ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത് ബ്ലോക്ക് 2 നിന്നും ബ്ലോക്ക് 4 നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഒരു 3 ബ്ലോക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ സ്കോർ അറൌണ്ട് 60%. ബ്ലോക്ക് 1 and 4, 5 ആർ ഇമ്പോർട്ടൻറ്റ് ബട്ട് ലെസ് ഡോമിനന്റ്. ബ്ലോക്ക് 4, 1, 4, 5 നോക്കണ്ട എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നോക്കണം. കാരണം അവിടെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടുകളും പിന്നീട് ഉള്ള കണ്ടിന്യൂറ്റികളും ഒക്കെ ആ ചാപ്റ്റേഴ്സിലാണ് വരുന്നത്. പക്ഷെ ടൈം നിങ്ങൾ ഡിവോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബേസിൽ നിങ്ങൾ ഡിവോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റിൽ, അപ്പൊ എസ്എ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എപ്പോഴും ഹയർ ആയിട്ട് നിൽക്കുന്നത്. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ തൊട്ട് താഴെയുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഏറ്റവും ലീസ്റ്റ് വരുന്നതാണ്. ലീസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി പ്രാക്ടിക്കൽ ജേണൽ ആൻഡ് എൻട്രീസുകളാണ് വരുന്നത്. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് പറയാം. എസ് ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഹാവ് ഇൻക്രീസ്ഡ് ഫ്രം 35 to 44% ഷെയർ, റിഫ്ലക്ടിംഗ് ടു സ്ട്രോങ്ങർ ഫോക്കസ് ഓൺ ഡീപ്പർ കൺസെപ്ച്വൽ അനാലിസിസ്. അതായത് എസ് എ കഴിഞ്ഞ 5 വർഷത്തിൽ ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 35% മുതൽ ആയിരുന്നു എസ് എ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പൊ കൂടെ അത് 44%ഓളം ക്വസ്റ്റ്യൻസുകളൊക്കെ എസ് എയിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ വരുന്നുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ ഏകദേശം 1/3 ഓഫ് ദി ടോട്ടൽ മാർക്സിന്റെയാണ്. അതായത് 3ൽ 1 ഭാഗവും എന്താണ് ന്യൂമറിക്കൽ പ്രോബ്ലംസുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സുകൾ വരുന്നുണ്ട്. അത് and practical entry format have declined since 2020, dropping to a combined share of 23 in 22. അതായത് ഷോർട്ട് നോട്ടും പ്രാക്ടിക്കൽ എൻട്രീസും വരുന്നില്ല എന്നുള്ളതല്ല, അതൊരു ഡിക്ലൈനിങ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് 2020 മുതൽ. ഇപ്പൊ ഏകദേശം എന്താണ് ഒരു 23% ക്വസ്റ്റ്യൻസുകളാണ് ആ ഏരിയയിൽ നിന്ന് വരുന്നത്. ഇനി പ്രിപ്പറേഷൻ ടിപ്പ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മണിക്കൂറിന്റെ എക്സാം ആണ്. അതായത് ഏകദേശം നിങ്ങൾക്ക് 180 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഉള്ളത്. 100 മാർക്കിനുള്ള എക്സാം ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സ്പെൻഡ് 75 to 80 മിനിറ്റ്സ് ഓൺ എസ്സേ ആൻഡ് ലോങ് ആൻസർ. അതായത് 75 മിനിറ്റ് മുതൽ 80 മിനിറ്റുകളും ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ എന്ത് ചെയ്യുക, എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ യൂഷ്വലി 4 to 5 ബിഗ് ക്വസ്റ്റ്യൻസുകളായിരിക്കും. 16 മുതൽ 20 മാർക്കിന്റെ ആയിരിക്കും വരിക. allowing 15 to 18 minutes per answer for planning, preparing, writing and reviewing. അപ്പോൾ ഇതിൽ 15 മുതൽ 18 വരെയുള്ള മിനിറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യാൻ, അത് റൈറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം ഓരോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി അടുത്തൊരു 60 മിനിറ്റ് നിങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ ചെയ്യാനായിട്ട് നോക്കുക. അതിൽ 3 to 4 ക്വസ്റ്റ്യൻസുകൾ 10 to 20 മാർക്സ് ഈച്ച് വരുന്നതായിരിക്കും. അപ്പോൾ 15 to 20 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് അറൌണ്ട് നിങ്ങൾ 20 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. യൂസ് 25 മിനിറ്റ്സ് ഫോർ ഷോർട്ട് നോട്ട് ഓർ ഡെഫിനേഷൻ. ഷോർട്ട് നോട്ട്സിന് നിങ്ങൾ ബാക്കിയുള്ളൊരു 25 മിനിറ്റ് കൊടുക്കുക. 3 to 4 ടൈം ഐറ്റംസുകളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 6 മുതൽ 8 മിനിറ്റ് ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 6 മിനിറ്റോ മാക്സിമം 8 മിനിറ്റോ കൊടുക്കാനായിട്ട് നോക്കുക. ജേണൽ എൻട്രീസുകൾ എഴുതാനായിട്ട് 15 മിനിറ്റ്സ് കൊടുക്കുക.
ഒരു ക്വസ്റ്റിന് 5 മാക്സിമം ഒരു 7 മിനിറ്റ് വരെ കൊടുത്തിട്ടുള്ള അതിനുള്ള ജേണൽ എൻട്രീസുകൾ ഏതാന്ന് നോക്കാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഡിഫൈൻ ഡിപ്രിസിയേഷൻ, വാട്ട് ഫാക്ടേഴ്സ് ആർ കൺസിഡർഡ് ഇൻ ഡിറ്റർമിനിങ് ദ എമൗണ്ട്, എക്സ്പ്ലെയിൻ ദ മെത്തഡ് ഓഫ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പോൾ 7 തവണയാണ് അത് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്ക് ഓഫ് എ ട്രേഡർ. ജേണലൈസേഷന് വരുന്നതിന്റെ 8 തവണ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 9 തവണ ചോദിച്ചിട്ടുണ്ട്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വാട്ട് ഈസ് ട്രയൽ ബാലൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ്, പ്രിപ്പറേഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് 8 തവണ. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സിസ്റ്റം വിത്ത് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ: വാട്ട് ഈസ് മെൻ ബൈ ജോയിന്റ് വെഞ്ചർ, കമ്പയർ വിത്ത് പാർട്ട്ണർഷിപ്പ് ആൻഡ് കൺസൈൻമെന്റ് 7 തവണ. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 തവണ. ഡിഫൈൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് മാനുവൽ അക്കൗണ്ടിംഗ്, സ്റ്റേറ്റ് സോഫ്റ്റ്വെയർ കൺസിഡറേഷൻ 6 തവണ. ഡിസ്ക്രൈബ് ദ പ്രോസസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാഷ് ബുക്ക് വിത്ത് എക്സാമ്പിൾ, അപ്പിയറൻസ് കൗണ്ട് 5 തവണ. ഇനി ഫ്രീക്വൻസി ടേബിൾ നോക്കാം. അതിൽ ഡിപ്രീസിയേഷൻ, ഡെഫിനിഷൻ, ഫാക്ടേഴ്സ് ആൻഡ് മെത്തേഡ്സ്, അത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്നാണ് വരുന്നത്. 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് 8 ആണ്. ഇന്ത്യൻ വേഴ്സസ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബ്ലോക്ക് 1 യൂണിറ്റ് 4, അപ്പിയറൻസ് 7 ടൈംസ്, ആവറേജ് മാർക്ക് 6. ജേണൽ എൻട്രീസ് ഫോർ ട്രാൻസാക്ഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5, അപ്പിയറൻസ് 8 ടൈംസ്, ആവറേജ് മാർക്ക് 8. പ്രിപ്പയർ ട്രേഡിംഗ്, profit and loss account and balance sheet block 3 unit 9, appearance 9, average mark 12. Trial balance, errors, rectification block 2 unit 7, appearance 8 times, percentage നിങ്ങൾക്ക് വരുന്നത് ആവറേജ് മാർക്സ് വരുന്നത് 8 ആണ്. ഹയർ പർച്ചേസ് വേഴ്സസ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ബ്ലോക്ക് 4 യൂണിറ്റ് 11 and 12, appearance 6 time, average mark 8. Joint venture, meaning and comparison block 5 unit 17, appearance 7, average mark 7. Accounting standard, objective significance block 1 unit 4, appearance 6, average mark 6. Computerized versus manual accounting block 6 unit 18, appearance 6, average mark 5. Cash book type and preparation block 2 unit 7, appearance 5, percentage of mark 7. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. നിങ്ങൾക്കായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അഡ്വൈസ് നമ്മൾ തരികയാണ്. അതായത് പ്രാക്ടീസ് ഈച്ച് ടോപ്പ് 10 ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈം. അതായത് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ 10 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസോട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഔട്ട്ലൈൻ നിങ്ങൾ തയ്യാറാക്കുക. ഒരു അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 5 മാർക്കിനുള്ളിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിത്രീകരിക്കണം. അതിനുശേഷം 12 മുതൽ 15 മിനിറ്റ് വരെയുള്ള സമയം കൊണ്ട് ആ ആൻസർ എഴുതി തീർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കമ്പയർ യുവർ ആൻസേഴ്സ് ടു ഇഗ്നോ മോഡൽ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ എക്സാമിന് ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസോട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അതിന്റെ മോഡൽ ആൻസേഴ്സ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കും. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് ഇഗ്നോ മോഡൽ ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. റൊട്ടേറ്റ് പ്രാക്ടീസ് അക്രോസ് ബ്ലോക്സ്. നിങ്ങൾ ഓരോ ബ്ലോക്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ബ്ലോക്കിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ബട്ട് അതിന്റെ വെയിറ്റേജ് നോക്കി അതിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ടോപ്പ് 10 ക്വസ്റ്റ്യൻസുകൾ അറൗണ്ട് 40% ഉണ്ട്. അതർ ക്വസ്റ്റ്യൻസുകൾ, അതായത് ഈ 10 തവണ അല്ലെങ്കിൽ 10 നമ്മളിപ്പോൾ ടോപ്പ് 10 ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞല്ലേ, അത് എക്സാമിന് ഏകദേശം 40% റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസുകൾ 60%ആണ് വരുന്നത്.
ഇനി നിങ്ങൾക്ക് പ്രോബിലിറ്റി ഒരു മെട്രിക്സ് തന്നിരിക്കുകയാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഇന്ത്യൻ വേർഷസ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് 100% പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണെന്നാണ് പറയുന്നത്. എല്ലാ വർഷത്തെയും, അതായത് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ 5 വർഷവും ചോദിച്ചിട്ടുണ്ട്. ജേണൽ എൻട്രീസുകളും ഹൈ തന്നെയാണ്. എല്ലാ പ്രാവശ്യവും ജേണൽ എൻട്രീസുകൾ എഴുതാൻ വരാറുണ്ട്. ഡിപ്രിസിയേഷന്റെ പ്രോബിലിറ്റി 80% ആണ്. അതിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 തവണ ചോദിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് 100% ആണ്. ട്രയൽ ബാലൻസ് ആൻഡ് എറർ റെക്ടിഫിക്കേഷൻ 80% ആണ് ചാൻസ്. ഹയർ പർച്ചേസ് വേർഷസ് ഇൻസ്റ്റാൾമെന്റ് 60% ചാൻസ് ഉണ്ട്. ജോയിന്റ് വെഞ്ചർ 60%. കമ്പ്യൂട്ടറൈസ്ഡ് വേർഷസ് മാനുവൽ അക്കൗണ്ടിങ്ങും 60%. സ്കോപ്പ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് 40% ആണ് പ്രോബിലിറ്റി ഉള്ളത്. കൺസൈൻമെന്റ് അക്കൗണ്ട് ജേണൽ വാലുവേഷൻ അത് 40% ആണ് ചാൻസ്. ക്യാഷ് ബുക്ക് 40%. ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് 40%. അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ് 40%. ക്യാഷ് വേർഷസ് അക്രൂവൽ ബേസിസ് 20%. ടാലി ERP റിപ്പോർട്ട്സ് 20%. ഇപ്പൊ ഹൈ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 70% മുകളിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഹൈ പാറ്റേണിലേക്ക്. 14 to 69% വരുന്നത് മീഡിയം റേഞ്ച്, ലോ വരുന്നത് ബിലോ 40. ഇനി ഹൈ പ്രയോറിറ്റി വരുന്ന, അതായത് മോർ ദാൻ 70% വരുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ദ കോർ തിയറി ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമ്പിൾ ആൻഡ് പ്രാക്ടീസ് ലിസ്റ്റ് 2 ന്യൂമറിക്കൽ പെർ ടോപ്പിക്. പിന്നെ 70% മുകളിൽ വരുന്ന ചാൻസ് അതിന് വേണ്ടി ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങളോട് നല്ല ഡീറ്റെയിൽ ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ പിന്നെ മീഡിയം പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസുകളോ അത് നിങ്ങൾക്ക് കൂടുതൽ കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരുന്നു വരിക. അപ്പൊ ഈ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കമ്പാരിസണും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്നതോ അത് സമ്മറി നോട്ട്സ് അറ്റംപ്റ്റ് 1 റീസെന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലി. അതിന് നിങ്ങൾ ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഇപ്പൊ തൊട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വിഷ്വൽ ഇൻഡിക്കേറ്ററിൽ കൊടുത്തിരിക്കുന്നതാണ്. 100% വന്നിരിക്കുന്നത് തുടക്കത്തെ, ബാക്കിയുള്ളത് 80% ആ രീതിയിൽ. ഇനി ഇന്ത്യൻ വേർഷസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഹാസ് ബിൻ ആസ്ക്ഡ് എവ്രി ഇയർ മേക്കിംഗ് ഇറ്റ് എക്സ്ട്രീംലി ഹൈ ഉണ്ട്. എല്ലാ വർഷവും ചോദിക്കുന്നതുകൊണ്ടാണ് അത് 100% പറഞ്ഞത്. അതുപോലെ ജേണൽ എൻട്രീസുകളും എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഡിപ്രിസിയേഷൻ ബോത്ത് അതിന്റെ തിയറി ആസ്പെക്റ്റും ചോദിക്കാറുണ്ട്, ന്യൂമറിക്കൽ സെഷനും ചോദിക്കാറുണ്ട്. ട്രേഡിംഗ് ആൻഡ് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ അത് നിങ്ങൾക്ക് എല്ലാ സെഷൻസിലും ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ 14 to 60% വരുന്ന ക്വസ്റ്റ്യൻസുകൾ അത് എപ്പോഴും മാറി മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരിക. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുകയാണ്. പക്ക ഒരു ഇഗ്നോന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലാണ് തന്നിരിക്കുന്നത്. BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 3 മണിക്കൂറാണ് അതിന്റെ സമയം. മാക്സിമം 100 ആണ്. അത് നിങ്ങളോട് 5 ക്വസ്റ്റ്യൻസോളാണ് ആൻസർ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ 20 മാർക്സിന്റെ 5 ക്വസ്റ്റ്യൻസോൾ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്നും അതിന്റെ അഡ്വാൻറ്റേജും എക്സാമ്പിളുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോന്നും ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് ആ ചാപ്റ്ററുകളിൽ പോയിട്ട് നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും നോക്കുക ഈ ആൻസേഴ്സ്, ഇതിന്റെ ആൻസർ വരുന്നത്. പിന്നെ അതേപോലെ ബേസിക് കോൺസെപ്റ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻസുകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ചോദിച്ചിട്ട് നിങ്ങളുടെ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ നിങ്ങളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ്. വളരെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ വാട്ട് ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ബ്രാഞ്ച് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൈൻ ഹയർ പർച്ചേസ് സിസ്റ്റം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെന്റ്. ഇപ്പൊ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 2 ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തിൽ. അപ്പൊ ഒരു 10 മാർക്ക് വെച്ചിട്ടാണ് ഈച്ച് വരുന്നത്. അതേപോലെ തന്നെ കൺസൈൻമെന്റ് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സംഗതികൾ തന്നിട്ട് അതിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് BCOC 131ന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട ഏരിയ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ എടുത്ത് പറയട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ നമ്മൾ നടത്തുന്ന പ്രൊഡിക്ഷൻ ആണ്. 100% ഇങ്ങനെ തന്നെ വരണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. നമുക്കിപ്പോൾ ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ വേണം. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് നടത്തിയിരിക്കുന്ന പ്രൊഡിക്ഷൻ ആണ്. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു ബാക്കപ്പ് ഉള്ള സംഗതിയല്ല. അത് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പൊ തോന്നുകയാണ് പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഇത് എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൽ നിന്ന്
എന്തായാലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാതിരിക്കില്ലേ? കാരണം നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. പരമാവധി ടെൻഷൻ നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ആശംസകൾ നേരുകയാണ്. അപ്പം നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഗ്നോ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എടുത്ത് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത്. നിങ്ങളെല്ലാവരും അത് നല്ല രീതിയിൽ അത് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ലേൺവേഴ്സിലെ ലേണേഴ്സിന് നമ്മൾ ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. മറ്റുള്ള ലേണേഴ്സ് സ്വയം അത് പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ്സുകൾ പറഞ്ഞിട്ട് അതിൽ പോയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ യൂട്യൂബിൽ ഇതിന്റെ വീഡിയോ നമ്മൾ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഡോക്യുമെന്റ്സ് ലേൺവേഴ്സിന്റെ ആപ്പിലായിരിക്കും അത് പർച്ചേസ് ചെയ്തവർക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബിൽ ഇതിന്റെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണുക. ഇതുപോലെ തന്നെ നിങ്ങൾ ആകസ്മികമായാണ് ഇത് ഇങ്ങനൊരു വീഡിയോ കാണുന്നതെങ്കിൽ ഇനിയുള്ള നോട്ടിഫിക്കേഷൻസുകൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ലേൺവേഴ്സിന്റെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് പേജ് ആയിക്കോട്ടെ, അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ മാത്രമല്ല, ലേൺവേഴ്സ് ഇഗ്നോയിൽ നടക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ചുള്ള അപ്ഡേഷൻ നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളതാണ്, നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസുകളോ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കോമൻസുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുള്ള രീതിയിലും നിങ്ങളൊരു ഉപയോഗിക്കുക. നമുക്കത് കാണുന്നത് വളരെ സന്തോഷമുള്ളതാണല്ലോ. അതേപോലെ നിങ്ങളുടെ സജഷൻസുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആണ്. സോ നല്ല രീതിയിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ 1000 പ്രാർത്ഥനകൾ, ലേൺവേഴ്സിന്റെ ഭാഗത്തു നിന്ന് 1000 ആശംസകൾ നേരുന്നു. നല്ല എക്സാം ആവട്ടെ നിങ്ങളുടെ. അതിന് നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ ദി ലേണേഴ്സ്. ലേൺവേഴ്സിന്റെ ഭാഗത്തു നിന്നും ആസ് എ മെന്റർ എന്ന രീതിയിൽ എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ വിഷ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്.